ഹലോ വെൽക്കം ടു വർണാസ് കിച്ചൺ ടേൽസ്. ഇന്ന് നമ്മൾ ദാഹവും വിശപ്പും ഒക്കെ മാറ്റുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഇതിലേക്കായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. പാല് 250 ml, അതായത് 1 കപ്പ്. കണ്ടൻസ് മിൽക്ക് അമൂലിൻ്റെയാണ് ഞാൻ എടുത്തേക്കുന്നത്, 1/4 കപ്പ്. ഫ്രഷ് ക്രീം 1/4 കപ്പ്. റോസ്റ്റഡ് വെർമിസെല്ലി 2 ടേബിൾ സ്പൂൺ. നിങ്ങളുടെ കയ്യിലുള്ളത് റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ അതൊന്ന് പാനിലിട്ടിട്ട് പ്ലെയിൻ ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം 1 മുതൽ 1.25 കപ്പ് വരെ എടുക്കാം. അപ്പോൾ നമുക്ക് പാലിലേക്ക് ഓരോന്നും അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലിൻ്റെ അത്ര തന്നെ വെള്ളം എന്തായാലും നമ്മൾ ചേർത്തിരിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഡ്രിങ്കിന് കൊഴുപ്പ് വല്ലാണ്ട് അങ്ങ് കൂടിപ്പോവും. മധുരം കുറച്ച് കുറവാണ്, അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതിലെ ക്രീമൊക്കെ അടിയിൽ പോയിട്ട് ഇരിക്കും. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇത് സ്റ്റൗവിലേക്ക് വയ്ക്കാം. ലോ ടു മീഡിയത്തിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ. മധുരം കൂടുതലായിട്ട് വേണമെന്നുള്ളവർ കൂടുതൽ ചേർക്കുക. പാലൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് വെർമിസെല്ലി ആഡ് ചെയ്ത് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ മതി, ഒരുപാട് ആവശ്യമില്ല. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാല് തിളച്ച് വരുമ്പോഴേക്ക് തന്നെ നമ്മുടെ സേമിയ കുക്കായി കിട്ടും. ഒരു 1/4 ഭാഗം കുക്കായി കിട്ടിയാൽ മതി, ഒരുപാടങ്ങ് അലിഞ്ഞു പോവരുത്. പിന്നെ നമ്മുടെ പാല് കുറുകി പോവരുത്. ഇത് വളരെ ലൂസായിട്ട് തന്നെ ഉള്ള ഒരു റെസിപ്പിയാണ്. ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിനി അതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് നേരം തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കട്ടെ. ഇത് കണ്ടില്ലേ, ഈ രീതിയിൽ ലൂസായിരിക്കും നമ്മുടെ റെസിപ്പി. കട്ടിയും കൊഴുപ്പും ഒന്നും പാടില്ല, നല്ല ലൂസായിട്ട് തന്നെ ഇരിക്കണം. ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു വലിയ ആപ്പിൾ കട്ട് ചെയ്തതാണ്, വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. കട്ട് ചെയ്ത ഉടനെ തന്നെ ഇത് പാലിലേക്ക് ചേർക്കുക, ഇല്ലെങ്കിൽ അതിൻ്റെ കളറ് മാറാൻ തുടങ്ങും. ഒരു വലിയ അനാർ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സും അതേപോലെ തന്നെ ഉണക്കമുന്തിരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ കസ്കസ് ഞാൻ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കസ്കസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് ഒന്നിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇനി ഇത് മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. അപ്പോഴേ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് ഈ ഡ്രിങ്കിലേക്കൊന്ന് മിക്സ് ആവുകയുള്ളൂ. പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിലൊന്നും കയറ്റി വെക്കരുത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ കണ്ടൻസ് മിൽക്കും അതേപോലെ തന്നെ ക്രീമും ഒക്കെ കൂടെ ചേർന്ന് അത് കട്ടിയായിട്ട് പോവും. നമുക്കിത് വേണമെങ്കിൽ തലേദിവസം ഉണ്ടാക്കിയിട്ട് രാത്രി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ വല്ലാതെ തിക്കായി തോന്നുന്നുണ്ടെങ്കിൽ പാലോ വെള്ളമോ ചേർത്തിട്ട് നമുക്ക് ലൂസാക്കി എടുക്കാം. ഇഫ്താർ പാർട്ടികളിലൊക്കെ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ബൈ.